ഇപ്പൊ തന്നെ LKG മുതൽ ഇത്രയും പഠിച്ചതിന് 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയൊരു നമ്പറായിട്ട് കണക്കാക്കുന്നു. ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ എനിക്ക് ഇന്നത് വേണമെന്ന് പറയുമ്പോൾ റിച്ച് ഡാഡ് പറയുന്നത് അതിനുള്ള വഴി നമുക്ക് എങ്ങനെ കണ്ടെത്താം, നമുക്കും സാധ്യതകളുണ്ട്, സാധ്യതകൾക്ക് ലിമിറ്റേഷൻസ് ഇല്ല. പേരൻസ് അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതും കൂടെ ഒരു ചോദ്യമാണ്. നമ്മൾ സിവിൽ സർവീസിൽ വന്നിരിക്കുന്ന ഒരു 99% ആൾക്കാരും ഇവരൊന്നും പേരൻസ് പറഞ്ഞിട്ട് സിവിൽ സർവീസിന് പോയതല്ല. സ്വന്തമായി ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്ത് തീരുമാനമെടുത്ത് അത് ചെയ്യാൻ തീരുമാനിച്ചിട്ട് പേരൻസിനെ അറിയിച്ചിട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി സിവിൽ സർവീസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിവിൽ സർവീസ് ഓപ്റ്റ് ചെയ്യുന്ന കുട്ടികളിൽ തന്നെ കൂടുതൽ പേർക്കും അറിയാവുന്ന സാധ്യതകളുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നത് IAS IPS എനിക്കൊരു കോഴ്സ് ചെയ്യണം ഇത്ര. അപ്പോൾ വീട്ടിലെ അച്ഛനോ അമ്മയോ പറയാണ് നമുക്കതിനുള്ള അവസ്ഥയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ റോൾസ് റോയ്സോ ഒരു 50 രൂപയ്ക്ക് മേളിൽ വിലയുള്ള പേനയോ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഇന്നോവയിലൊക്കെ സഞ്ചരിക്കാൻ പറ്റും. ഇതിൻ്റെ ഒന്നും മുകളിൽ ഒരു സിവിൽ സർവൻ്റ് ആയിക്കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ചികിത്സ വേണ്ടത് എവിടെയാണ് എന്ന് നമുക്കിവിടെ ഒരു സംശയം തോന്നും. ഈ പറഞ്ഞതുപോലെ ചില പേരന്റിങ്ങിൽ പ്രശ്നമുണ്ട്. ഇപ്പൊ തന്നെ ഈ LKG മുതൽ ഇത്രയും പഠിച്ചതിന് 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയൊരു നമ്പറായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ പരിധി കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം. ഇപ്പം ഞാൻ പറയുന്ന ഈ ഡയലോഗുകൾ പല വീടുകളിലും വരുന്നുണ്ട്. ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ എനിക്ക് ഇന്നത് വേണമെന്ന് പറയുമ്പോൾ റിച്ച് ഡാഡ് പറയുന്നത് അതിനുള്ള വഴി നമുക്ക് എങ്ങനെ കണ്ടെത്താം, നമുക്കും സാധ്യതകളുണ്ട്, സാധ്യതകൾക്ക് ലിമിറ്റേഷൻസ് ഇല്ല. പക്ഷെ പുവർ ഡാഡ് പറയുന്നത് നമുക്ക് അതിനുള്ള പാങ്ങില്ല, അതുകൊണ്ട് നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ പല വീട്ടുകളിലും കുട്ടികൾ ഒരു വിദ്യാഭ്യാസ സ്വപ്നം അല്ലെങ്കിൽ ഇന്നതാകണം എന്ന സ്വപ്നം പറയുമ്പോൾ നമ്മൾ കുറിച്ച് നിന്റെ അച്ഛൻ ഞാൻ വെറും ഒരു ഓട്ടോ ഡ്രൈവറാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ജോലി ചെയ്യുന്ന ഒരാളാണ്, നമുക്കതൊന്നും സ്വപ്നം കാണാൻ വിധിച്ചിട്ടില്ല, ഈ രീതിയിലുള്ള സംസാരമുണ്ട്. അപ്പോൾ ആ പേരന്റിങ്ങിൽ ഒരു കറക്ഷൻ വേണ്ടേ? ആ കറക്ഷൻ എങ്ങനെയാ സാധ്യമാകുന്നത്? ഇതിപ്പോൾ 2 രീതിയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ആംഗിൾ ഇവിടെയും പോസിബിളാണ്. അതായത് പേരൻസ് അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതും കൂടെ ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഒരു പേരൻ്റ് പറയാണ് നമുക്കിതിനുള്ള അവസ്ഥയില്ല, ഇപ്പം നമുക്ക് അതിൻ്റെ അവസ്ഥയില്ല എന്ന് പറയുമ്പം 2 രീതിയിൽ അത് വേണ്ട എന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ ഇതിനുള്ള അവസ്ഥ അല്ലെങ്കിൽ അതിനുള്ളൊരു സാമ്പത്തിക അവസ്ഥ കുടുംബത്തില്ല, എനിക്ക് സ്വയമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, എനിക്കതിലേക്ക് എങ്ങനെ എത്താൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞ ഒരു ഗ്രാജുവേഷൻ എങ്കിലും എത്തി നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ എത്തി നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് 18-19 വയസ്സെങ്കിലും മിനിമം ആയ ആളാണ്. ഒരു 19 വയസ്സുള്ള ഒരാൾ നമ്മൾ ഈ പറയുന്ന ഓടിപ്പോകുന്ന ഫോറിൻ കൾച്ചറിൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം. 15 വയസ്സ് കഴിഞ്ഞാൽ അവന് വീട്ടിൽ ഭക്ഷണം പോലും കൊടുക്കാനുള്ളൊരു രീതി ഉണ്ടാവില്ല. അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്യുക, സ്വന്തമായിട്ട് ജീവിക്കുക. നമ്മളവിടെ കാണുന്നത് എന്താണ്? 15 വയസ്സ് കഴിഞ്ഞാൽ അവിടെ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നും 15 വയസ്സ് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പോലെ നടക്കാമെന്ന് മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ മറ്റൊരു വശവും കൂടെ ഉണ്ട്, റെസ്പോൺസിബിൾ ആവുന്നു. ഇവിടെ പലപ്പോഴും പല ഫാമിലീസും നമ്മൾ കാണുന്നത് കല്യാണം കഴിഞ്ഞാൽ പോലും പേരൻസിൻ്റെ ചിലവിൽ കഴിയുന്ന ഒരു കൾച്ചർ നമുക്കിവിടെ ഇപ്പോഴും നിലനിൽക്കുക. അപ്പം പേരൻറ്റിംഗ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. പേരൻറ്റിങ് ഈ 19കാരൻ ഒരു 5 വർഷം കഴിയുമ്പോൾ ആളും പേരൻ്റാവും. അപ്പം ഈ കൾച്ചർ അങ്ങനെ തുടർന്ന് പോവാണ്. അതായത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നു, പേരൻസിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം ഇൻഫ്യൂസ് ചെയ്യുന്നു. പേരൻസ് എന്ത് പറയുന്നു അത് മാത്രം കേട്ട് പേരൻസ് പറഞ്ഞാൽ അത് വേണ്ട, അല്ലെങ്കിൽ അത് നമ്മളെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നും കൂടെ നമ്മളൊന്ന് ചിന്തിക്കാവുന്നതാണ്. ഇപ്പം 18 വയസ്സ് എത്തി നിൽക്കുന്ന ഒരാൾ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സാകുമ്പോഴത്തേക്കും പുറത്തേക്ക് പോവുക, പുറത്തതിനെക്കുറിച്ച് ചിന്തിക്കുക, പുറത്തുള്ള എന്താണോ സാധ്യത അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ള ഒരു സൈഡിലേക്ക് അങ്ങോട്ട് പോകുന്നുണ്ടാവാം. അറ്റ് ദ സെയിം ടൈം എനിക്കൊരു കോഴ്സ് ചെയ്യണം ഇത്ര. അപ്പോൾ വീട്ടിലെ അച്ഛനോ അമ്മയോ പറയാണ് നമുക്കതിനുള്ള അവസ്ഥയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓൺ ദി അതർ സൈഡ് പേരൻസും ഒരുപക്ഷെ കുട്ടികളെ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് തന്നെ അതിനെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് അതിൻ്റെ ഒരു സാധ്യത, അത് നേരത്തെ പറഞ്ഞതുപോലെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻസ് തന്നെയാണ്. കുറച്ചുകൂടെ അതിലേക്ക് എങ്ങനെ എത്താം, നമുക്കതിനുള്ള സാധ്യത എന്താണ്. ഇപ്പോൾ എനിക്ക് 15 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ കൃഷിയിലേക്ക് വന്ന ആളാണ്. അപ്പം അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിങ്ങനെ ഈ നമ്മുടെ നാട്ടിലുള്ള റബ്ബറാണ്, ഈ റബ്ബർ മെഷീൻ കറക്കാനായിട്ട് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ പോയിട്ട് ഇങ്ങനെ നിന്ന് കറക്കും. നവോദയ പഠിച്ചതുകൊണ്ട് ഈ അവധിക്കാലത്ത് മാത്രമേ വീട്ടിൽ പേരൻസിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുള്ളൂ. പകരം ഒരു ദിവസം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനിങ്ങനെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ജീവിതത്തിൽ ഒരു പെശക് പറ്റി, ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തു. അച്ഛൻ അന്നത്തെ കാലത്ത് സയൻസ് ഗ്രൂപ്പൊക്കെ എടുത്ത് എൻട്രൻസ് ഒക്കെ എഴുതിയ ഒരാളാണ്. പെട്ടെന്ന് പൊടുന്നതിനെ അച്ഛനൊരു തീരുമാനം എടുത്തു, ഈ പഠനമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, 3-4 ഏക്കർ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് അന്ന്, ഇപ്പോൾ ഇതൊരു സ്വത്തായിട്ട് കിട്ടിയത്.
അപ്പം ഈ റബ്ബർ വെട്ടുക, അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക. ദിവസം ഒരു 10-12 മണിയാകുമ്പോഴത്തേക്ക് ഫ്രീ ആവുന്നു. ഇഷ്ടമുള്ള ദിവസം ഇഷ്ടമുള്ളത് ചെയ്യാം. ആർക്കും കീഴിൽ ജോലി ചെയ്യേണ്ട. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. പക്ഷേ എനിക്ക് 15 വയസ്സായപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഡിസിഷൻ ശരിയല്ലായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് കൃഷിയിലേക്ക് വരുന്നതിനെ പറ്റി ഒന്നുകൂടെ ആലോചിക്കണം. കരിയർ ഓപ്ഷനായിട്ട് കൃഷി തിരഞ്ഞെടുക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതായിട്ട് കോൺട്രവേഴ്ഷ്യൽ ആവാം ചിലപ്പം, പക്ഷേ എനിക്ക് തന്നൊരു ഉപദേശമാണ്. അപ്പം നീ മറ്റൊന്നിനെ കണ്ടെത്തിക്കോളൂ എന്നോട് പറഞ്ഞു. അച്ഛന് പല കാര്യങ്ങളുണ്ട്. അച്ഛൻ ഇന്നും കൃഷി ഫോളോ ചെയ്യുന്ന ആളാണ്. പക്ഷെ സാമ്പത്തികമായിട്ടും മറ്റു നിലയ്ക്കും ഒക്കെ അദ്ദേഹത്തിന് വിചാരിച്ച രീതിയിലുള്ള ലക്ഷ്യങ്ങളിൽ എത്താൻ പറ്റിയില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും എന്നോട് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അന്നൊക്കെ ആ സമയത്താണ് എന്നാൽ പഠിക്കണമെന്നൊക്കെ ഉള്ളൊരു ബോധം കുറച്ചുകൂടെയൊക്കെ ഒന്ന്, കാരണം അതുവരെ ഒന്നും നമുക്കൊരു ഓറിയൻറ്റേഷൻ ഒന്നുമില്ല. ഒരു 10ാം ക്ലാസ് വരെയൊക്കെ നമ്മൾ ഓക്കെ പരീക്ഷ വരുന്നു, മാർക്ക് വാങ്ങിക്കുന്നു എന്നുള്ളതല്ലാതെ. അപ്പം ആ രീതിക്ക് പേരൻസിന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, എന്താണ് സാധ്യത എന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു മൊത്തത്തിലുള്ള പേരൻറ്റിങ് മാറുന്നുമുണ്ട്. ഇപ്പം പഴയ പോലെ നീ ഇതിന് പോകണം, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന രീതിയൊക്കെ കുറേ കുറഞ്ഞു. ഇങ്ങനെ പക്ഷേ കുട്ടികളും അതങ്ങനെ എടുക്കണം. പേരൻസ് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് നമുക്കത് പറ്റില്ല, അങ്ങനെയല്ല. ഇപ്പം ഞാനൊക്കെ എൻ്റെ കാര്യം ചിന്തിച്ചാൽ, ഞാനെന്ന് മാത്രമല്ല, നമ്മൾ സിവിൽ സർവീസിന് വന്നിരിക്കുന്ന ഒരു 99% ആൾക്കാരും ഇവരൊന്നും പേരൻസ് പറഞ്ഞിട്ട് സിവിൽ സർവീസിന് പോയതല്ല. സ്വന്തമായി അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്ത് തീരുമാനമെടുത്ത് അത് ചെയ്യാൻ തീരുമാനിച്ചിട്ട് പേരൻസിനെ അറിയിച്ചിട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അതിന് പേരൻസിനെ ഒരു പകുതിയിലധികം ആൾക്കാരും പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ കയറി വന്നവരാണ്. ഞാൻ ഉദാഹരിച്ച ഒരുപാട് പേരുടെ പേര് പറയേണ്ടി വരും. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, ഇവിടെ കളക്ടറോ കമ്മീഷണറോ ഒക്കെ ആയിട്ടിരിക്കാവുന്ന ഒരുപാട് പേര്, അവരൊക്കെ വളരെ സാധാരണ സാഹചര്യത്തിൽ നിന്ന് വന്നവരും പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അവരുടെ സ്വന്തമായിട്ടുള്ള, ഞാനൊക്കെ ഫസ്റ്റ് പ്രിലിമിനറി എഴുതി പൊട്ടിയ ആളാണ്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പോയി. നമുക്ക് മണിക്കൂറിന് 200 രൂപ 250 രൂപ വെച്ച് കിട്ടുമായിരുന്നു. അതുകൊണ്ട് സുഖമായി എൻ്റെ പഠന ചെലവുകൾ മുഴുവൻ നടത്തിയിരുന്നു. നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പേരൻറ്റിങ് അല്ല, കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൂടാ, കുറച്ചുകൂടെ കൺസ്ട്രക്റ്റീവായിട്ട് എനിക്ക് എൻ്റെ വഴി കണ്ടെത്താം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം, പേരൻസ് പൈസ മുടക്കി തന്നാൽ എന്ത് സംഭവിക്കും? പേരൻസ് ഡിക്റ്റേറ്റ് ചെയ്യും, സ്വാഭാവികം. ഞാൻ നിന്നെ എഞ്ചിനീയറിങ്ങിന് പഠിപ്പിച്ച് എനിക്ക് ഇത്ര ലക്ഷം രൂപ ചിലവുണ്ട്, ഒരു പേരൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻറ്റിനെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നീ നിൻ്റെ ഇഷ്ടത്തിന് ഇത് നിർത്തി വേറൊന്നിന് പോകുന്നത് ശരിയല്ല എന്ന് ചിലപ്പോൾ ഒരു പേരൻറ്റ് പറയും. നേരെ മറിച്ച് പേരൻസിനെ അതിലേക്ക് സാമ്പത്തികമായി ഇൻവോൾവ് ചെയ്യിച്ചില്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്രീഡം ആ കുട്ടിക്കുണ്ടാവും. കാരണം ഞാൻ എൻ്റെ ഒരു വഴി തിരഞ്ഞെടുത്തു, ഞാനത് തീരുമാനിച്ച ആ ലക്ഷ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി പേരൻസിനെ അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അപ്പോൾ കുട്ടികൾക്കും അങ്ങനെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം പേരൻറ്റിങ് കുട്ടികൾ 2 രീതിക്കും ചെറിയ മാറ്റങ്ങൾ വരുത്താവുന്നതേ ഉള്ളൂ ഈ കാര്യത്തിൽ നിന്ന്. ഇപ്പൊ ഈ കൊച്ചി നഗരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില മാളുകളിൽ, ചില റെസ്റ്റോറൻറ്റുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഡിഗ്രി കോഴ്സിനും അല്ലെ PG കോഴ്സിനും അല്ലെ ചെറിയ ഷോർട്ട് ടേം കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്ന പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ കമ്പനിയിലാണെങ്കിലും പാൻട്രിയിലൊക്കെ ഈ BCom പഠിക്കുന്ന കുട്ടികൾ, MBA പഠിക്കുന്ന കുട്ടികൾ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവരതിന് തയ്യാറാണെന്നുള്ളത് എനിക്ക് വലിയ അഭിമാനമായിട്ട് തോന്നാറുണ്ട്. പക്ഷേ നല്ലൊരു ശതമാനം കുട്ടികൾക്കും ഇപ്പോഴും ഈ പാർട്ട് ടൈം ജോലി ചെയ്യാം എന്നുള്ള ആ കൾച്ചറിലേക്ക് വന്നിട്ടില്ല. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് എന്തുകൊണ്ട് സാമ്പത്തിക ഭേദമന്യേ, അത് അവർ പണക്കാരായിക്കോട്ടെ സാധാരണക്കാരായിക്കോട്ടെ എല്ലാവരും എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അവരുടെ ഒരു വരുമാനം, എനിക്ക് തോന്നുന്നു ഒരു 16 വയസ്സ് 17 വയസ്സൊക്കെ തൊട്ട് തന്നെ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ജോലികളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക. ആ വരുമാനം ഈ പറയുന്ന പോലെ നമ്മൾ ഇക്കണോമിക്സ് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇക്കണോമിക്സ് പഠിക്കുമ്പം അതിലെ തിയറികളല്ലാതെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണം എങ്ങനെ നിക്ഷേപിക്കണം, ഏത് രീതിയിൽ അത് ചെലവാക്കണം, ഇതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ അക്കാര്യങ്ങളിൽ കൂടെ ഒരു 16ാമത്തെ വയസ്സ് മുതൽ കുട്ടിക്ക് ഒരു ഓറിയന്റേഷൻ കിട്ടിയാൽ എത്ര നന്നായിരിക്കും. 100%. ഈ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമുക്ക് ഈ പറയുന്ന പാർട്ട് ടൈം വർക്ക് എന്ന് പറഞ്ഞ കൾച്ചർ, ഇത് വെളി രാജ്യങ്ങളിൽ പോകുന്നതിന് ആദ്യം അവിടെ ചെല്ലുമ്പോൾ അന്വേഷിക്കുന്നത് പാർട്ട് ടൈമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. അവിടെ ഈ പറഞ്ഞ ബ്ലൂ കോളർ ജോബിനാണ് കൂടുതൽ പേയ്മെൻറ്റ്. കാരണം അവിടുത്തെ ആ ഒരു കൾച്ചർ അങ്ങനെ ആയതുകൊണ്ട്. ഇവിടെ നേരെ തിരിച്ചുമാണ് ഏറെക്കുറെ. അതാണ് ഇവിടെയുള്ളവരെ അങ്ങോട്ട് പോകാൻ പണ്ട് മുതലേ പ്രേരിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇവിടെയും നമുക്കിപ്പോൾ കൾച്ചർ അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വിഗ്ഗി, സൊമാറ്റോ, ഊബറൊക്കെ നമ്മൾ പലപ്പോഴും കയറുമ്പോൾ ഇതുപോലെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെയാണ് രാത്രിയിൽ കുറച്ച് സമയം കിട്ടുമ്പോൾ അവരവരുടെ വണ്ടിയായിട്ട് ഇറങ്ങുകയാണ്. അതൊരു വലിയ നല്ല കാര്യമല്ലേ. അപ്പോൾ അത് അവരെ എങ്ങനെയും പ്രോത്സാഹിപ്പിക്കണമെന്ന്. ചില പേരൻസെങ്കിലും ഇത് നാണക്കേടായി കരുതുന്നവരുണ്ടാവും. അതായത് കുറച്ച് സാമ്പത്തികമുള്ള എൻ്റെ വീട്ടിലെ കാർ എടുത്തുകൊണ്ട് എൻ്റെ മോൻ രാത്രിയിൽ ഊബർ ഓടിക്കാൻ പോയി എന്ന് പറയുന്ന ഒരു പേരൻറ്റിന് വലിയ നാണക്കേടായിട്ടാണ് പറയുന്നത്. നേരെ മറിച്ച് അവർക്ക് ഇഷ്ടമുള്ളതൊന്ന് ചെയ്യട്ടെ. അതുപോലെ ചിലപ്പോൾ അവരൊരു സംരംഭം തുടങ്ങുമായിരിക്കും. നമ്മൾ ദിവസേന
കാണുന്നതാണ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി അതൊക്കെ വലിയ വിലയ്ക്ക് വെളിയിലുള്ള കമ്പനികൾ അത് എടുക്കുന്നു. അപ്പം ഇതൊക്കെ ആ ചെറുപ്പക്കാർ തുടങ്ങിയ കൊച്ചു കൊച്ചു ഇനിഷ്യേറ്റീവാണ് അതൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവിടെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പാർട്ട് ടൈം ജോലിക്കുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഡെവലപ്ഡ് നേഷനിലേക്ക് നമ്മൾ പോകുന്നത് ഈ കൾച്ചറിലേക്കാണ്. അപ്പോൾ അത് ഇവിടെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ വി ആർ ഓൾസോ ഡെവലപ്പിംഗ്. ദാറ്റ്സ് എ സൈൻ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് കറക്റ്റ്. അപ്പം അതിലേക്ക് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. പേരൻസ് ഒരു കാരണവശാലും അത് സ്റ്റോപ്പ് ചെയ്യാനും പാടില്ല. അവർക്ക് ചെറിയ സമ്പാദ്യശീലം, പിന്നെ അതെങ്ങനെ നിക്ഷേപിക്കണം, എങ്ങനെ കൊണ്ടുപോകണം, അതുപോലെ ഞാൻ പറഞ്ഞു. ഇപ്പം പ്രീ ഡിഗ്രി വരെ പഠിച്ച എൻ്റെ അച്ഛൻ അന്നത്തെ സമയത്ത് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു തരുമായിരുന്നു, നീ റിക്കറിങ് ഡെപ്പോസിറ്റിൽ പൈസ ഇട്ടു. അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കൃത്യമായ ഒരു ശമ്പളമില്ലാത്ത ഒരാൾക്ക് ഈ പാർട്ട് ടൈം ജോലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃത്യമായ ശമ്പളം ആയിരിക്കില്ല. അത് പലപ്പോഴും സംഭവിക്കുന്നത് എന്തായി, വരുന്നത് നമുക്ക് ചിലവായി പോകുന്നത് നമ്മൾ അറിയില്ല. നേരെ മറിച്ച് നമുക്കിപ്പോൾ ഒരു റിക്കറിങ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവറി മന്ത് 5,000 10,000 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡെപ്പോസിറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം റിക്കറിങ് ഡെപ്പോസിറ്റിൻ്റെ ഒരു നേച്ചർ അതാണല്ലോ. അപ്പം നമ്മൾ ആ ഒരു ടാർഗറ്റ് മനസ്സിൽ വയ്ക്കും. അപ്പോൾ അത് വെക്കുന്നത് കൊണ്ട് നമ്മൾ അത്രയും പൈസ നമ്മൾ പോലും അറിയാണ്ട് അവിടെ സേവ്ഡ് ആവും. അപ്പം ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഫിനാൻഷ്യൽ ലിറ്ററസി നമ്മളുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാക്കുന്നത് നന്നായിരിക്കും, എസ്പെഷ്യലി ഗ്രാജുവേഷൻ സമയത്ത്. അത് എക്കണോമിക്സ് പഠിക്കുന്നവനോ കൊമേഴ്സ് പഠിക്കുന്നവനോ മാത്രം അത് അറിയണമെന്നല്ല. ബാക്കി എഞ്ചിനീയറിംഗ് മെഡിസിനും ഒക്കെ പഠിക്കുന്ന ആൾക്കാരും ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ലിറ്ററസിയും അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഇതൊക്കെ ചിന്തിക്കാവുന്നതാണ് ഇവിടെ തന്നെ. ചിലപ്പോൾ അതുണ്ടാക്കാനാണ് പുറത്ത് പോകുന്നത്. അത് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടെ കിട്ടിയാൽ കുറേ കൂടെ ചെറുപ്പക്കാർ ഇവിടെ തന്നെ നിൽക്കാനുള്ള സാധ്യത കൂടും. ഇനി സിവിൽ സർവീസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിവിൽ സർവീസ് ഓപ്റ്റ് ചെയ്യുന്ന കുട്ടികളിൽ തന്നെ കൂടുതൽ പേർക്കും അറിയാവുന്ന സാധ്യതകളുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നത് IAS IPS അത് ചിലപ്പോൾ ഈ കിങ് ആൻഡ് കമ്മീഷണർ പോലെയുള്ള സിനിമകളൊക്കെ കണ്ട് അതിൽ നിന്നുള്ള പ്രചോദനമൊക്കെ ആയിരിക്കും. പക്ഷേ IFS IRS IES ഒക്കെ പോലെ ഒരു നിര ഇങ്ങനെ കിടക്കുകയാണ്. ഒരേ പരീക്ഷ, ഒരേ അഭിമുഖം, ഒരേ തരത്തിലുള്ള സ്റ്റാൻഡേർഡുള്ള ഉദ്യോഗാർത്ഥികൾ ഇവർ വരുമ്പം ഈ രണ്ട് നിരയിലേക്ക് മാത്രം പരിശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനപ്പുറമായി IRS IES IFS ഒക്കെ തുറന്നിടുന്ന ഒരുപാട് സാധ്യതകളില്ലേ? അതായത് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ 2-3 ചോദ്യങ്ങൾ ഇതിൽ കണക്ട് ചെയ്യാം. പ്രധാനമായിട്ടുള്ള കാര്യം, എന്തുകൊണ്ട് IAS IPS മാത്രം അട്രാക്റ്റഡ്? നീ പറഞ്ഞ മാതിരി കിങ്ങും കമ്മീഷണറും ഇതൊക്കെ കണ്ടിട്ടോ വിക്രമാദിത്യം കണ്ടിട്ടോ ഒക്കെ യങ് ജനറേഷൻ ഇൻസ്പയർഡ് ആവുന്നത് ഇതാണ്. എന്തുകൊണ്ട് അവരും ഇങ്ങനെ ചിന്തിക്കുന്നു? ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും സ്റ്റോറി റൈറ്റേഴ്സും എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു? അതിൻ്റെ കാരണം എപ്പോഴും സമൂഹത്തിൽ ജനങ്ങളുമായിട്ട് അടുത്തിടപഴകുന്ന ആൾക്കാർ റവന്യൂ സർവീസിലുള്ളവർ, സോക്കോൾഡ് IAS ഓഫീസേഴ്സും ലോ ആൻഡ് ഓർഡർ IPS ഓഫീസേഴ്സും. കാരണം ജനങ്ങളുടെ റിസീവിങ് എൻഡിൽ എളുപ്പത്തിൽ പെട്ടെന്ന് അവർ കാണുന്നത് അതാണ്. ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലീസ് സർവീസുകാരാണ്. റവന്യൂ നമ്മളുടെ നിത്യേന കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ടുള്ളൊരു കളക്ടറെ കാണുന്നു, സബ് കളക്ടറെ കാണുന്നു, അല്ലെങ്കിൽ തഹസീൽദാരെ കാണുന്നു. ഇവരെല്ലാം റവന്യൂ സർവീസുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഇത് രണ്ടുമാണ് ഇമീഡിയറ്റ്ലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ഉള്ളൂ. കരിയർ ഓപ്ഷൻ നല്ല നോക്കുമ്പോൾ നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞ എക്സാക്ട്ലി റൈറ്റാണ്. 23ഓളം ജോലികളുള്ള അല്ലെങ്കിൽ 23ഓളം വേക്കൻസീസിലേക്കുള്ള സിവിൽ സർവീസ് എക്സാം, എല്ലാവരും ഒരേ എക്സാം, ഒരേ ഇത് പോകുന്ന ജോലികൾ ഡിഫറെൻ്റ് ആണെന്നുള്ളത്. 2-3 ചോദ്യം കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, സ്ഥിരമായി കേൾക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ സിവിൽ സർവീസിലേക്ക് പോയി രാഷ്ട്രീയക്കാരുടെ ചട്ടുകമാവില്ലേ? അല്ലെങ്കിൽ സിവിൽ സർവീസിലേക്ക് പോയി ലൈഫ് എങ്ങനെ ബാലൻസ് ചെയ്യുന്നു? വീട്ടിൽ നമുക്ക് കുട്ടികൾക്കും ഒക്കെ ഉള്ള സമയം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇത്തരം കുറേ ചോദ്യങ്ങൾ വരാം. അതിന് ഉത്തരമാണ് ഇപ്പോൾ ഇത് മാത്രം അറിയുന്നുള്ളൂ. കരിയർ ഓപ്ഷൻ എന്നുള്ളത് ഇത് മാത്രം അറിഞ്ഞാൽ പോരാ. IAS IPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓറിയൻറ്റേഷൻ ഉള്ളവരെ പോകാൻ പാടുള്ളൂ. ഇപ്പോൾ എന്നോട് ഒരിക്കലും ഇവിടെ നാട്ടിൽ അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ മോളെയും കൊണ്ടുവന്നു. സിവിൽ സർവീസിന് ഒരു ആസ്പിറേഷനുണ്ട്, 2 മിനിറ്റ് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നേ. വലിയ ബില്യണയറാണ് ഇവിടുത്തെ. അപ്പം ഞാനൊരു 10 മിനിറ്റ് ആ കുട്ടിയോട് സംസാരിച്ച് ആ കുട്ടി അതോട് സിവിൽ സർവീസ് എഴുതണ്ടെന്ന് തീരുമാനിച്ചു. അപ്പം കാരണം ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യമുള്ളൂ. കാരണം അവർ വന്നതെന്ന് റോൾസ് റോയ്സ് അല്ല. അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ റോൾസ് റോയ്സോ ഒരു 50 രൂപയ്ക്ക് മേളിൽ വിലയുള്ള പേനയോ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഇന്നോവയിലൊക്കെ സഞ്ചരിക്കാൻ പറ്റും. ഇതിൻ്റെ ഒന്നും മുകളിൽ ഒരു സിവിൽ സർവൻ്റ് ആയിക്കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അത്രയും നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്ലാറ്റ്ഫോമുണ്ട്. അപ്പം ഇതിലൊക്കെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രീം സോഷ്യൽ സർവീസ് മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് ഇറങ്ങാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ ഇതിനെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഒരു സർവീസ് തിരഞ്ഞെടുക്കാൻ. കരിയർ ഓപ്ഷൻ എന്നുള്ളത് IAS IPS 24/7 ആണ്. ദാറ്റ് മീൻസ് കംപ്ലീറ്റ്ലി യു ആർ ഗോയിങ് ടു ബി ഡെഡിക്കേറ്റഡ്.
പക്ഷേ നേരെ മറിച്ച് മറ്റു സർവീസിൽ എന്ന് പറയുന്നത് ഓരോ സർവീസിനും അതിൻ്റേതായ പ്രത്യേകത ഉണ്ട്. ലൈഫ് ബാലൻസ് ചെയ്യണം, മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ റവന്യൂ സർവീസ് ആണെങ്കിലും ഫോറിൻ സർവീസ് ആണെങ്കിലും, ഇപ്പോൾ ഫോറിൻ സർവീസ് ആണെങ്കിൽ അംബാസഡറായിട്ട് ഹൈ കമ്മീഷണേഴ്സായിട്ടും ഒക്കെ വെളി രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ടാവും. അത് ആ സർവീസിന് മാത്രമുള്ള പ്രത്യേകതയാണ്. റെയിൽവേ സർവീസിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒരു എമർജൻസി കോട്ട വേണമെങ്കിൽ അവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, വേറെ ആർക്കും അത് നമുക്ക് ചെയ്തു തരാൻ പറ്റില്ല. സോ ഓരോ സർവീസിനും അതിൻ്റേതായ ഗുണദോഷങ്ങളുണ്ട്. നമ്മളൊരു ലക്ഷ്യം ഫോക്കസ് ചെയ്യുമ്പം നമുക്ക് കുറേ കാര്യങ്ങൾ എൻ്റെയും ഇപ്പോൾ ക്രിസ്റ്റീനയുടെയും ആസ്പിറേഷൻ ഒന്നായിരിക്കില്ലല്ലോ. ഓരോരുത്തരുടെ അംബീഷൻ ലെവൽ വ്യത്യാസമായിരിക്കാം, ഗോൾ സെറ്റ് ചെയ്യുന്ന വ്യത്യാസമായിരിക്കും, നമ്മൾ ആഗ്രഹിക്കുന്ന വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കാം. ഇത് ഈ ഓരോ സർവീസിനും വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടത്ര മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികളാണെങ്കിലും സിവിൽ സർവീസിലേക്ക് ഇറങ്ങാൻ. കേൾക്കുന്നത് IAS IPS അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്മീഷണറേയും അല്ലെങ്കിൽ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സിനെയൊക്കെ ആയിരിക്കും കണ്ടിട്ടുള്ളൂ. റോൾ മോഡലാക്കാം, അതാണ് ആസ്പിറേഷൻ എങ്കിൽ അവിടെ തന്നെ എത്തണമെന്നേ ഞാൻ പറയുള്ളൂ. അതല്ല ലൈഫിൻ്റെ ഒരു ബാലൻസ് പിടിച്ചാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മറ്റുള്ള സർവീസിൽ ഇന്ന ഗുണദോഷ വശങ്ങളുണ്ട്, അതോടെ മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷനൊക്കെ വരുന്നത് വരെ നമുക്ക് ഈ പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഒരു പേടിയാണ്, ഉള്ളിലൊരു കാളലാണ്. അയ്യോ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും പോലീസുകാരെന്ന് പറഞ്ഞാൽ എന്തോ പിടിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ആ പേടി ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് IT ED ഒക്കെയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു കാര്യവുമില്ലാതെ ആദായ നികുതി വകുപ്പിനെ പേടിക്കുന്നു. ആദായ നികുതി ഫയൽ ചെയ്യുന്നത് ഇതെന്തൊക്കെയോ വലിയ നൂലാമാലകളാണ്, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല, അല്ല എല്ലാവരും ഇപ്പം അത് ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയ്ക്ക് ഞാൻ ഇത്രയും നികുതി കൊടുക്കണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ടാക്സ് പ്രൊഫൈൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അത്തരത്തിലൊരു ഭീതി, ചിലരുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം കൂടാണ് അയ്യോ എൻ്റെ വീട്ടിൽ ED IT കയറരുത് എന്നുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് അങ്ങനെ അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചതിൽ. അതൊന്ന്, നമ്മൾ പോലീസിനെ പഠിക്കുന്നത് എപ്പോഴാണ്? നമ്മളെന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നുന്നിടത്താണ് നമുക്ക് പോലീസിനെ പഠിക്കേണ്ടി വരിക, പ്രത്യക്ഷത്തിൽ. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ യൂണിഫോമിനെയൊക്കെ ചിലപ്പോൾ നമ്മളൊന്ന് പൊതുവേ ഭയക്കുന്നുണ്ടാവും. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ട കാര്യമുണ്ടോ? ഇത് തന്നെയാണ് IT ED ഒക്കെ. അപ്പോൾ നമ്മളെന്തോ എവിടെയൊക്കെയോ മറയ്ക്കുന്നു എന്നുള്ളിടത്തു നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എന്ന് പറഞ്ഞാൽ, എക്സാക്ട്ലി പറഞ്ഞാൽ 2016 നോട്ട് നിരോധനത്തിന് ശേഷം എന്ന് പറയാം. നോട്ട് നിരോധനവും GST ഒക്കെ സ്ട്രിക്റ്റ് ആയതോടുകൂടി പണ്ടത്തെ പോലെയല്ല എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ ഒരു പെട്ടിക്കട ചെന്നാൽ പോലും അവിടെയും ഗൂഗിൾ പേയുടെ ഇത് വെച്ചിട്ടുണ്ടാവും, QR കോഡ് വെച്ചിട്ടുണ്ടാവും. നമ്മൾ അതിൽ സ്കാൻ ചെയ്തിട്ടാണ് പൈസ അയക്കുന്നത്. ആ കടക്കാരൻ്റെ വരുമാനം കൃത്യമായിട്ട് റിഫ്ലക്റ്റഡ് ആണ്. 20 ലക്ഷത്തിൻ്റെ മുകളിലുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ വേണം. നമ്മുടെ ഇവിടെയുള്ള ഒരു കടക്കാർക്കും തന്നെ, ഈ ടൗണിലൊന്നും കാണുന്ന സാധാരണ കടക്കാർക്കൊന്നും ഇതുണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ അങ്ങനെയല്ല, അതൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വിചാരിക്കേണ്ട പോലീസിനെ പോലെ ഇത് പേടിച്ചു തുടങ്ങി, അങ്ങനെയല്ല. പഴയ പോലെയല്ല, കുറേ കൂടെ സ്കാനിങ് കുറേ കൂടെ ഡീപ്പായി. പ്രത്യേകിച്ച് എല്ലാം ഇപ്പോൾ ടെക്നോളജിയിലേക്ക് വന്നതോടുകൂടി നമ്മൾ ബാങ്ക് വഴി ട്രാൻസാക്ട് ചെയ്യുന്ന എല്ലാ സാധനവും, ഞങ്ങളാ പാൻ നമ്പർ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്റ്റീനയുടെ ജാതകം മുഴുവൻ ഞങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയല്ല. പണ്ടായിരുന്നെങ്കിൽ ക്രിസ്റ്റീനയ്ക്ക് ഇവിടെ നിന്ന് ശമ്പളം തരുന്നത് ക്യാഷായിട്ടാണ് ചിലപ്പോൾ ഞങ്ങൾ അറിയില്ലായിരുന്നു. പക്ഷേ ഇതുകൊണ്ട് ബാങ്കിലിട്ട് അപ്പം അറിയും, ഇതുകൊണ്ട് കാറിന് അഡ്വാൻസ് കൊടുത്താൽ അപ്പം ഞങ്ങൾ അറിയും. അപ്പോൾ ഇത് ഏത് എൻഡിലും ഇത് അതായത് ആ 360 ഡിഗ്രി പ്രൊഫൈലിങ് കുറച്ചുകൂടെ വ്യാപകമായി എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോഴാണ് നാട്ടിൻപുറത്ത്, ഇപ്പോൾ എൻ്റെ നാട്ടിൽ ആദ്യം എനിക്ക് IRS കിട്ടിയപ്പോൾ നാട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ഈ IRS എന്താ. അന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് റവന്യൂ സർവീസാണ്, ഇങ്ങനെയാണ്, ഇൻകം ടാക്സ് എന്താണെന്നൊക്കെ. ഇപ്പം ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കും അറിയാം, കാരണം അവർക്കും ഇൻകം ടാക്സിന് നോട്ടീസ് വന്നു തുടങ്ങി. ഒരു സ്ഥലം വിൽക്കുകയോ മേടിക്കുകയോ ചെയ്യുമ്പോൾ നോട്ടീസ് വരും, ഇതിന് ടാക്സ് കൊടുത്തിട്ടില്ല, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തായിട്ട് കാണുന്നില്ല, ദെൻ വെയർ ഫ്രം യു ഗോട്ട് ദിസ് മച്ച് ഓഫ് മണി. 50 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി മേടിച്ചു, പക്ഷേ റിട്ടേണേ ഫയൽ ചെയ്ത് കാണുന്നില്ല. എല്ലാവർക്കും നോട്ടീസ് വരും. അപ്പം കുറച്ചുകൂടെ അത് ടാക്സ് വൈഡനിങ് കുറച്ചുകൂടെ വന്നു, അത് ട്രാൻസ്പെറൻ്റ് ആയി കുറച്ചുകൂടെ. അങ്ങനെ വന്നപ്പോഴാണ് കുറച്ചുകൂടെ ആക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കൂട്ടിയല്ലേ പറ്റുള്ളൂ, എന്നാലല്ലേ ഉള്ളൂ. ഇതൊരു ന്യായവും കൂടെയാണല്ലോ. ഇപ്പോൾ ഞാനും ക്രിസ്റ്റീനെ ശമ്പളം വാങ്ങിക്കുമ്പോൾ TDS കട്ട് ചെയ്താണ് നമ്മൾ വാങ്ങിക്കണേ. അപ്പം നമുക്ക് നീതി കിട്ടേണ്ടതെന്ന് പറയുന്നത് മറ്റുള്ളവരും അതുപോലെ തന്നെ വാങ്ങിക്കുന്ന ശമ്പളമോ പ്രോഫിറ്റിൻ്റെയോ നികുതി കൊടുക്കുമ്പോഴല്ലേ നമ്മളെല്ലാം സമപൗരന്മാരാവണത്. അതുതന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചിന്തയും, എല്ലാവർക്കും ഈക്വലായിട്ട് അത് കൊടുക്കണം എന്നുള്ളത്. ടാക്സ് കളക്ട് ചെയ്യുന്നതിൻ്റെ മാത്രമല്ല, ഇതിനൊരു ഇക്വാലിറ്റിയുടെ കൺസെപ്റ്റ് കൂടെ ഉണ്ട്. നമ്മളെല്ലാം പൗരന്മാരാണ്, എല്ലാവർക്കും റോഡും തോടും ഗവൺമെൻറ് ഒരുപോലെ തന്നിരിക്കുന്നത്. അത് നമ്മളൊക്കെ ഈക്വലൻ്റായിട്ട് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതിലൊരു ഇക്വാലിറ്റി കൊണ്ടുവരാനുള്ള ശ്രമവും കൂടെയാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത്. ഇനി നമ്മുടെ വാല്യൂ പ്ലസിലെ എല്ലാ ഗസ്റ്റുകളോടും നമ്മൾ ചോദിക്കുന്ന ആ ഒരു സിഗ്നേച്ചർ ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് വിജയത്തെ ഡിഫൈൻ ചെയ്യുന്നത്? സക്സസ് സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ പെട്ടെന്ന്, ഇപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഇത് പ്രതീക്ഷിച്ചതൊന്നുമല്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള, ഇപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും, ഇപ്പോൾ ഞാൻ
നേരത്തെ സൂചിപ്പിച്ചു, എൻ്റെ അച്ഛൻ കൃഷിക്കാരനാണ്, ഒരു ചായക്കട നടത്തുന്ന ആളാണ്. അമ്മ കുറച്ച് പൊതുപ്രവർത്തനം കൊണ്ട് അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൻ്റെ. പക്ഷേ അമ്മ ഇപ്പം ചെറിയ പൊതുപ്രവർത്തനവും ഹൗസ് വൈഫും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു സാധാരണ കുടുംബമാണ്. എൻ്റെ അച്ഛനും അമ്മയും ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതുപോലും എനിക്ക് ജോലി കിട്ടിയതിന് ശേഷമാണ്. പിന്നെ നമ്മൾ പല കാര്യങ്ങളും പുറത്ത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ പറ്റുമ്പോൾ, അത് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ ബെഡായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ അഡ്മിഷൻ ആയിരിക്കാം, ഒരു ജോലിയുടെ റെഫറൻസ് ആയിരിക്കാം. അത് കഴിഞ്ഞ് അവരൊക്കെ പോയി നമ്മുടെ പേരൻസിനോട് പറഞ്ഞിട്ട് അവരിൽ കാണുന്നൊരു സന്തോഷമുണ്ടല്ലോ, എൻ്റെ സക്സസ് ഞാൻ ഫീൽ ചെയ്യുന്നത് അവിടെയാണ്. ഇനി അത് പേരൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഫ്രണ്ട്സെന്നോ റിലേറ്റീവ്സെന്നോ ഒക്കെ പറയാം. ഞാൻ ഇൻകം ടാക്സിൽ ഞാൻ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും എനിക്ക് പകരം വേറൊരാളിരുന്നത് ചെയ്തിരിക്കും. പക്ഷേ എനിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എൻ്റെ റീച്ച് കൊണ്ടും എൻ്റെ അച്ചീവ്മെൻറ്റ് കൊണ്ടും ഉണ്ടാവുന്നതാണ്. അതിലാണ് സക്സസ് ഫീൽ ചെയ്യാൻ പറ്റുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പണമാവാം, ഒരു വാക്കാവാം, പല രൂപത്തിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും സക്സസ്സിന് ഡെഫിനിഷൻ അല്ല, അതൊരു ഫീലാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്ത ആൾക്കാർ പിന്നെ വേറെ ലഹരിക്ക് പോവില്ല. അതിൻ്റെ ലഹരി വേറെയാണ്. സക്സസ്സിൻ്റെ ഒരു ലഹരി ഉണ്ടല്ലോ, നമ്മളൊന്ന് ആഗ്രഹിച്ചു, അത് നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ഫീലിങ് നമുക്ക് പല വേറെ രീതിയിലായിരിക്കും. അത് മറ്റുള്ളവരുടെ കണ്ണിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് ആ സക്സസ്സിൻ്റെ യഥാർത്ഥ ഫീല് നമുക്ക് കിട്ടുക. അതാണ് സക്സസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ കാര്യമാണ്. കാരണം നമ്മുടെ എതിർവശത്തിരിക്കുന്ന ആളുടെ കണ്ണിൽ ഒരു തിളക്കവും മുഖത്തൊരു പുഞ്ചിരിയും ഉണ്ടാക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ ഔദ്യോഗിക കർത്തവ്യ നിർവഹണം കൊണ്ട് സാധിക്കുന്നെങ്കിൽ അതിലും വലുതായിട്ടൊന്നുമില്ല. തീർച്ചയായും അത്തരത്തിലൊരു ഫീല് സ്വയവും അതേപോലെ മുൻപിൽ വരുന്ന ഓരോരുത്തരുടെയും മുഖത്ത് ഈ പുഞ്ചിരി വിരിക്കാൻ ഇനിയും ആകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.